കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ പ്രദർശനം തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ രാത്രി വൈകിയും വാദം കേട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് അരവിന്ദ് ധർമാധികാരിക്ക് പ്രമോഷൻ ലഭിച്ചു. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായാണ് പുതിയ നിയമനം. നിലവിലെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ മനീന്ദ്രമോഹൻ ശ്രീവാസ്തവ ഇവരുന്ന് മാർച്ച് 5-ന് വിരമിക്കുകയാണ്. മാർച്ച് 6-ന് ജസ്റ്റിസ് അരവിന്ദ് അധികാരി പുതിയ ചീഫ് ജസ്റ്റിസായി അധികാരമേൽക്കും. ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന ചിത്രത്തിന്റെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയുള്ള അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ചിൽ അംഗമായിരുന്നു ജസ്റ്റിസ് ധർമാധികാരി. വ്യാഴാഴ്ച രാത്രി വൈകി നടന്ന 2 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി, ജസ്റ്റിസ് പി വി ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് കേസ് വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി ഇത് പ്രദർശിപ്പിക്കാൻ അനുമതിയും നൽകി. സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിനെ എതിർത്തുകൊണ്ടുള്ള ഹർജികൾ പൊതു താൽപര്യ ഹർജിയുടെ സ്വഭാവമുള്ളതാണെന്നും അങ്ങനെയെങ്കിൽ സിംഗിൾ ബെഞ്ച് ഇത് എങ്ങനെ പരിഗണിച്ചുവെന്നും ഡിവിഷൻ ബെഞ്ച് ചോദ്യം ഉന്നയിച്ചിരുന്നു. ടീസറും ട്രെയിലറും ചിത്രത്തിന്റെ ഭാഗമല്ലെന്നും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ ആ സിനിമ പ്രദർശനം നടത്താൻ അർഹമാണെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുകയും ചെയ്തു. നേരത്തെ സിനിമയുടെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് സെൻസർ ബോർഡ് നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ലെന്ന് നിരീക്ഷിച്ചിരുന്നു. സിനിമ സാമുദായിക ഐക്യത്തെ ബാധിക്കാനും ഒരു വിഭാഗത്തെ അവഹേളിക്കാനും സാധ്യതയുണ്ടെന്നും ഉന്നത അധികാരികളുടെ സൂക്ഷ്മ പരിശോധനയില്ലാതെ ഇത് റിലീസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു. ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി റായ്പൂരിലാണ് ജനിച്ചത്. കൊമേഴ്സിലും നിയമത്തിലും ബിരുദം നേടിയ ഇദ്ദേഹം 1992-ൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. 2016-ൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി നിയമിതനായി. 2018-ൽ സ്ഥിരം ജഡ്ജിയായി ചുമതലയേറ്റു. 2025 ഏപ്രിലിലാണ് അദ്ദേഹം കേരള ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്. ഇപ്പോൾ പ്രമോഷൻ കിട്ടിയ അദ്ദേഹം ഇനി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും. അതിനിടെ വിവാദ ചിത്രം കേരള സ്റ്റോറി 2ാം ഭാഗത്തിനായി നിശ്ചയിച്ചിരുന്ന കോഴിക്കോട്ടെ ആദ്യ ഷോ റദ്ദാക്കിയിരുന്നു. റീഗൽ സിനിമാസിൽ 10 മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് 2 പേർ മാത്രമാണ്. പ്രേക്ഷകർ ഇല്ലാതെ വന്നതോടെ സിനിമയുടെ ആദ്യ ഷോ റദ്ദാക്കുകയായിരുന്നു. നേരത്തെ സിനിമയുടെ പ്രദർശനത്തിനെതിരെ ഫ്രെഡി ഫ്രാൻസിസ്, ശ്രീദേവ് നമ്പൂതിരി എന്നിവരായിരുന്നു കോടതിയെ സമീപിച്ചത്. കേരള സ്റ്റോറി 2-ന് പ്രദർശന അനുമതി നൽകരുതെന്നും ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം എന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ആ ഇടക്കാല സ്റ്റേക്കെതിരെ സിനിമയുടെ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെയാണ് റിലീസ് തടഞ്ഞുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ സിനിമയ്ക്ക് അനുമതി നൽകിയത്. ക്രമസമാധാനം ലംഘിക്കപ്പെടുമെന്ന കാരണം പ്രദർശനം തടയാനുള്ള മതിയായ കാരണമല്ല. ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു.